നമസ്കാരം. ശബരിമലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ ബി.ജെ.പി. സമരം തുടരുമ്പോഴും ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രാജിവെച്ച് CPM-ലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗം ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് CPM-ലേക്ക് ചേർന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗം വെള്ളനാട് S. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള 100 പേരുടെ സംഘമാണ് ഇപ്പോൾ ബി.ജെ.പി. വിട്ട് CPM-മായി സഹകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഇവർ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വാർത്താസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഉഴമലയ്ക്കൽ ജയകുമാർ, തൊളിക്കോട് സുരേന്ദ്രൻ, വെള്ളനാട് V. സുകുമാരൻ എന്നിവർ അടക്കമുള്ള 100 പേരുടെ സംഘമാണ് ഇപ്പോൾ ബി.ജെ.പി. വിട്ട് CPM-മായി സഹകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം തുടരുന്ന ശോഭാ സുരേന്ദ്രന്റെ സമരപ്പന്തലിൽ കഴിഞ്ഞ ദിവസം വരെ സജീവമായിരുന്ന നേതാവാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള വെള്ളനാട് S. കൃഷ്ണകുമാർ. ഇദ്ദേഹം സമരപ്പന്തലിൽ എത്തി അദ്ദേഹം ചില വിഷയങ്ങളിൽ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രഖ്യാപിച്ച ഹർത്താൽ, ഈ ഹർത്താലിനെതിരെ ഇദ്ദേഹം രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ശബരിമലയിൽ വിഷയങ്ങളൊന്നും തന്നെയില്ല, എന്നിട്ടും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തിനാണ് സമരം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇദ്ദേഹം സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ചോദിക്കുകയുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ച് ഈ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ ശക്തമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പാർട്ടി വിട്ടവർ അടുത്ത ദിവസം CPM-ലേക്ക് ഇവർക്ക് സ്വീകരണം അടക്കമുള്ള വലിയ പരിപാടി ഒരുക്കുമെന്നാണ് നമുക്ക് CPM നേതൃത്വത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ CPM-ന്റെ ഒരു ശക്തി പ്രകടനം എന്ന രീതിയിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ആ പരിപാടിയിൽ വെച്ച് ഇവരെ ആനയിച്ച് CPM-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ണൂരിലും തൃശ്ശൂരിലും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടത്തി CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ആളുകൾ രാജിവെച്ച് CPM-ന്റെ പ്രവർത്തകർ ബി.ജെ.പിയുടെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ രാജിവെച്ച് CPM-ലേക്ക് വന്ന സംഭവം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം 15ഓളം പ്രവർത്തകർ വന്ന സംഭവം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ വന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതായത് ശബരിമല പ്രക്ഷോഭം നടക്കുന്നതിനിടയിലും ബി.ജെ.പിയിൽ നിന്ന് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാകുന്നു. ബി.ജെ.പി. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു. ബി.ജെ.പിക്ക് കഴിഞ്ഞ കാലത്തേക്കാൾ, സംഘപരിവാറിന് കഴിഞ്ഞ ഏത് വർഷത്തെക്കാളും കൂടുതൽ തന്നെ ഇപ്പോൾ ശക്തി തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ആ അവകാശവാദത്തിൻ്റെ ഇടയിലും ഇപ്പോൾ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗം തന്നെ പാർട്ടി വിട്ട് CPM-മായി സഹകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. സൈബർ ഇടങ്ങളിലടക്കം ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് വഴിതിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബി.ജെ.പിയിൽ ചേർന്ന ഇവർ സംസ്ഥാന അധ്യക്ഷനെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ബി.ജെ.പിയിൽ ജനാധിപത്യത്തിൻ്റെ കണിക പോലും ഇപ്പോൾ തങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ശബരിമല വിഷയത്തിൽ RSS-നെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള സമരപരിപാടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലാണ് തങ്ങൾക്ക് പ്രതിഷേധമുള്ളത് എന്നും പറയുന്നു. നേതൃത്വത്തിൻ്റെ ചില നടപടികൾ, അവരുടെ ധിക്കാരപരമായിട്ടുള്ള ഇടപെടലുകൾ സാധാരണ പ്രവർത്തകർക്ക് നേരെ അവർ ചില ഉത്തരവുകൾ ഇറക്കുകയാണ്. ആ ഉത്തരവുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രവർത്തകർ മാത്രം, ഉപകരണങ്ങൾ മാത്രം എന്ന നിലയാണ് സാധാരണ പ്രവർത്തകരെയും ചില സംസ്ഥാന നേതാക്കളെയെല്ലാം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കാണുന്നത് എന്നുള്ള വിമർശനവും ഇവർ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ബി.ജെ.പി. വിട്ട് CPM-ലേക്ക് ചേർന്നുള്ള ഈ സംഭവത്തെ കാണുക.